رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم ولا يحسبن الذين يبخلون بما آتاهم الله من فضله هو خيرا لهم بل هو شر لهم سيطوقون ما بخلوا به يوم القيامة ولله ميراث السماوات والأرض والله بما تعملون خبير ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, വിശുദ്ധ റമദാനിൻ്റെ ഏറെ മഹനീയമായ രാപ്പകലുകളിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ വെള്ളിയാഴ്ചയാണ് അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഈ മസ്ജിദിൽ ഒരുമിച്ച് കൂടാൻ റഹ്മാനായ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകിയിരിക്കുന്നത്. വിശുദ്ധ റമദാനിൻ്റെ രാവുകളും പകലുകളും ധാരാളം നന്മകൾ പ്രവർത്തിച്ച്, സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ച്, വിശുദ്ധ ഖുർആനുമായി കൂടുതൽ അടുപ്പം പുലർത്തി, പ്രഭാതം മുതൽ പ്രദോഷം വരെ പട്ടിണി കിടന്നു, രാത്രിയിൽ ദൈർഘ്യമേറിയ ഖുർആൻ പാരായണത്തോടുകൂടെ ഖിയാമുൽ ലൈൽ തറാവീഹ് നിർവഹിച്ച് അദ്കാറുകളും പ്രാർത്ഥനകളുമൊക്കെയായി ഒരു പ്രത്യേക ആത്മീയമായ ജീവിതത്തിലേക്ക് മുമ്പെങ്ങുമില്ലാത്ത രൂപത്തിൽ തന്നെ ആവേശത്തോടുകൂടെ പ്രവേശിച്ചവരാണ് നാം. അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാനിലൂടെ ലക്ഷ്യം വെച്ച തഖ്വ കൈവരിക്കുക, മനഃശുദ്ധി നേടിയെടുക്കുക എന്ന ഏറെ പ്രാധാന്യമർഹിക്കുന്ന ലക്ഷ്യം മനസ്സിൽ വെച്ച് തന്നെ നമ്മൾ ഓരോരുത്തരും അത്തരം പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം നിർവഹിക്കുന്ന സകലമാന കർമ്മങ്ങളും നമ്മിൽ നിന്ന് സ്വാലിഹായ കർമ്മമായി ഖബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മുടെ മാനസികമായ ശുദ്ധീകരണം ഏറെ പ്രധാനപ്പെട്ടതാണ്. അതേ രൂപത്തിൽ തന്നെ ഇസ്ലാം വളരെ പ്രാധാന്യത്തോടെ ഗൗരവത്തോടുകൂടെ മുന്നോട്ട് വെക്കുന്ന മറ്റൊരു കാര്യമാണ് നമ്മുടെ സാമ്പത്തികമായ ശുദ്ധീകരണം എന്നുള്ളത്. സാമ്പത്തികമായി ശുദ്ധീകരണമില്ലാതെ ആ രൂപത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ അല്ലാഹുവിലേക്ക് എത്ര കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല എന്നും ഫഅന്നാ യുസ്തജാബു ലഹ്, എങ്ങനെ അയാൾക്ക് ഉത്തരം ലഭിക്കുക എന്നൊക്കെ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ ചോദിക്കുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. സകാത്ത് വാങ്ങാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പഠിപ്പിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരു വചനം. ആ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, പ്രവാചകരെ, ഖുദ് മിൻ അംവാലിഹിം സദഖ തുതഹിറുഹും വ തുസക്കിഹിം. നബിയെ, അവരിൽ നിന്ന് അവരുടെ സമ്പത്തിന്റെ സകാത്ത്, നിർബന്ധ ദാനം നിങ്ങൾ വാങ്ങണം. അത് തുതഹിറുഹും വ തുസക്കിഹിം, നിങ്ങൾ അങ്ങനെ വാങ്ങുന്നതിലൂടെ അവർക്ക് തുതഹിറുഹും, ഒരു ത്വഹാറത്ത് നൽകുന്നുണ്ട്, ഒരു ശുദ്ധീകരണമുണ്ട്. വ തുസക്കിഹിം, അവരെ സംസ്കരിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ ഈ പണിയൊക്കെ എടുക്കുന്നത് നമുക്കൊരു ശുദ്ധീകരണവും ഒരു സംസ്കരണവും ഒക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അത് സകാത്തിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തന്നെ സൂറത്തു തൗബയിലൂടെ 103-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. അഥവാ സകാത്തിലൂടെ നാം ആഗ്രഹിക്കുന്ന സംസ്കരണം, ശുദ്ധീകരണം നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നർത്ഥം. വിശുദ്ധ ഖുർആനിൽ 30ഓളം സ്ഥലത്ത് സകാത്തിനെ കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അതിൽ നാം ഏറെ ശ്രദ്ധിക്കേണ്ടത്, 30ഓളം സ്ഥലത്ത് സൂചിപ്പിക്കുമ്പോഴും 27 ഇടങ്ങളിലും നമസ്കാരവുമായി കൂട്ടിച്ചേർത്താണ്. പല ആയത്തുകളും നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരും. അല്ലദീന യുഖീമൂന സ്വലാത്ത വയുഊതൂന സകാത്ത, അല്ലേ? ഇങ്ങനെ ഒരുപാട് വഅഖീമുസ്സലാത്ത വആതു സകാത്ത, ഇങ്ങനെ ഒരുപാട് ആയത്തുകൾ, 30 ആയത്തുകളാണ് മൊത്തത്തിലുള്ളത്. 27 ഇടങ്ങളിലും വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സകാത്തുമായി പറയുന്നത് നമസ്കാരത്തോട് ചേർത്തിക്കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. നമസ്കരിക്കാൻ നമ്മളൊക്കെ തൽപരരാണ്. നമസ്കാരം ഉപേക്ഷിക്കുന്ന ആളുകളൊന്നും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അയാള് കാഫിറുകളുടെ ഗണത്തിലേക്ക് വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയതായിട്ട് നമുക്കറിയാം. അതിന്റെ ഗൗരവം മനസ്സിലാക്കിയവരും അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയവരും അത് കൃത്യമായി നിർവഹിക്കുന്നവരൊക്കെയാണ് നമ്മൾ. പക്ഷേ 5 വക്ത് നമസ്കാരം പ്രാധാന്യത്തോടുകൂടെ പരിഗണിക്കുകയും അവ കൃത്യമായി നിർവഹിക്കുകയും ചെയ്യുന്ന പല മുസ്ലിമീങ്ങളും സകാത്തിന്റെ വിഷയം എത്തുമ്പോൾ അത് വേണ്ട രൂപത്തിൽ പരിഗണിക്കുന്നില്ല. അതൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്, ഞാൻ കൊടുക്കുന്ന കണക്കൊക്കെ നോക്കുകയാണെങ്കിൽ അതൊക്കെ ഒരുപാട് ഉണ്ടാകും, നമ്മൾ ഉദ്ദേശിച്ചതിനെക്കാട്ടിലൊക്കെ ഞാൻ കൊടുക്കേണ്ടതിനെക്കാട്ടും കൂടുതലൊക്കെ കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് അത് ആർക്കെങ്കിലും ഏതെങ്കിലും സന്ദർഭത്തിലൊക്കെ കൊടുക്കുന്ന ഒരു രൂപം പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. സത്യത്തിൽ അതിന് കൃത്യമായ കണക്കുണ്ട്. ആ നിസ്കാരത്തിന് കൃത്യമായൊരു സമയമുണ്ട്. ആ സമയം ഇഷ്ടമായിട്ടാണ് ഖുർആൻ, സമയനിഷ്ഠയായിട്ടാണ് ഖുർആൻ നമസ്കാരം നിർവഹിക്കേണ്ടത്. അതേ രൂപത്തിൽ തന്നെ സകാത്തിന് കൃത്യമായ കണക്കുകളുണ്ട്, കൃത്യമായ നിബന്ധനകളുണ്ട്. ആ നിബന്ധനകൾ അനുസരിച്ചു കൊണ്ട് നിർവഹിക്കുമ്പോഴാണ് സത്യത്തിൽ അത് സകാത്താകുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. സത്യവിശ്വാസികളുടെ മേൽ സകാത്ത് നിർബന്ധമാകാൻ 2 നിബന്ധനകൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിൽ ഒന്നാമത്തേത്, അയാളുടെ കൈവശം സകാത്ത് നിർബന്ധമാകാൻ ഒരു നിസാബ് പൂർത്തിയാവണം. എന്താണ് നിസാബ്? അതായത് 595 ഗ്രാം വെള്ളിക്ക് തത്തുല്യമായ കറൻസി, രൂപയോ അതല്ലെങ്കിൽ കച്ചവട വസ്തുക്കളോ ഒരാളുടെ പക്കലുണ്ട് എങ്കിൽ അയാൾക്ക് നിസാബ്, അതിന്റെ പരിധി എത്തി. അതാണ് നിസാബ്. 595 ഗ്രാം വെള്ളിക്ക് തത്തുല്യമായ അതിന്റെ വിലക്കുള്ള പൈസ, പണം നമ്മുടെ കയ്യിലുണ്ട്, അതല്ലെങ്കിൽ കച്ചവട വസ്തുക്കൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിന് നിസാബ് എത്തി. രണ്ടാമത്തത്, ഈ നിസാബ് എത്തിയ ഒരാൾ ഒരു ഹിജ്റ വർഷക്കാലം, അറബി മാസത്തിലെ ഒരു ഹിജ്റ വർഷക്കാലം അതിന് ഹൗല് തികയണം. ഹൗല് തികയാന്ന് ഒരു വർഷം ചെയ്യുക. ഇംഗ്ലീഷ് മാസമല്ല, അറബി വർഷപ്രകാരം ഹിജ്റ വർഷം, ഒരു വർഷം അതിന്റെ ആ ഒരു ബേസിക് ബാലൻസ് താഴെ പോകാതെ, ഈ 595 ഗ്രാം വെള്ളിയുടെ തത്തുല്യമായ പണം അതിന്റെ താഴെ പോകാതെ നമ്മുടെ കയ്യിൽ അത് ബാലൻസ് ആയിട്ടുണ്ട് എങ്കിൽ അതിന്റെ ഹൗല് തികഞ്ഞു, നിസാബും തികഞ്ഞു. ഇനി അയാൾ എന്ത് ചെയ്യണം? സക്കാത്ത് കൊടുക്കണം. അവസാനം, ആ വർഷാവസാനം അതിന്റെ ഹൗല് തികയുന്ന സമയത്ത് എത്രയാണ് അയാളുടെ കയ്യിലുള്ളത്, കച്ചവട വസ്തുക്കളാണെങ്കിൽ അത്, ബാങ്ക് ബാലൻസ് ആണെങ്കിൽ അത് കണക്ക് കൂട്ടി അതിന്റെ 2.5% സക്കാത്ത് നൽകുക എന്നുള്ളത് നിർബന്ധമാണ് എന്നർത്ഥം. ഇതാണ് പ്രധാനമായും. പിന്നെ അതുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കണക്കുകളുണ്ട്, എല്ലാവർക്കും ആവശ്യമില്ലാത്തത് കൊണ്ട് കണക്കുകളിലേക്ക് പോകുന്നില്ല. അത് കൃത്യമായിട്ട് നമ്മൾ ഓരോരുത്തരും അത് പഠിക്കുകയും മനസ്സിലാക്കുകയും അത് നിർവഹിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് ഗൗരവത്തോടുകൂടെ ഖുർആനും ഹദീസും ഒക്കെ നമുക്ക് ബോധ്യപ്പെടുത്തുന്നത്. പലപ്പോഴും
സകാത്ത് നൽകുക എന്നുള്ളത് അതൊരു സമ്പന്നന്റെ ഔദാര്യമായി നൽകപ്പെടുന്ന അവസ്ഥ നമ്മൾ കാണാറുണ്ട്. അത് ഞാൻ ആ രൂപത്തിലൊക്കെ കൊടുത്തിട്ടാണ് ഓനൊക്കെ ഇപ്പൊ ഇങ്ങനെ നിൽക്കുന്നത് എന്നൊക്കെ. അത് നമ്മുടെ ഒരു ഔദാര്യം പോലെ. നോക്കൂ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് വഫീ അംവാലിഹിം ഹഖ്ഖുൽ ലിസ്സാഇലി വൽ മഹ്റൂം. അല്ലാഹു പറയും വഫീ അംവാലിഹിം, അവരുടെ സമ്പത്തിലുണ്ട് ഹഖ്ഖുൻ, അവകാശമുണ്ട്. അത് അവകാശമാണ്, നമ്മുടെ ഔദാര്യമല്ല. ലിസ്സാഇലി വൽ മഹ്റൂം, പ്രയാസം അനുഭവിക്കുന്ന, ചോദിച്ചു വരുന്ന ആളുകൾക്ക്, ദാരിദ്ര്യം അനുഭവിക്കുന്ന പാവപ്പെട്ട ആളുകൾക്ക് എന്തുണ്ട്? അതിൽ അവകാശമാണ്. നമ്മുടെ സമ്പത്തിൽ ഈ പറഞ്ഞ ഹൗലും നിസാബും തികഞ്ഞാൽ പിന്നെ അത് നമ്മുടേതല്ല എന്നർത്ഥം. അത് മറ്റുള്ളവരുടെ ഹക്കാണ്, അവകാശമാണ്, നമ്മുടെ ഔദാര്യമല്ല. നമ്മൾ കൊടുക്കൽ നിർബന്ധമായതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചത് ഇസ്ലാം കാര്യങ്ങൾ ഇങ്ങനെ എണ്ണി പഠിപ്പിച്ചപ്പം അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒന്നാണ് സക്കാത്ത്. അതും അതിന്റെ ഗൗരവം നമ്മൾ സൂചിപ്പിക്കേണ്ടതുണ്ട്. സക്കാത്ത് കൊടുക്കുന്നത് മുഅ്മിനിന്റെ പാരത്രിക ലോകത്ത് വിജയിക്കുന്ന വിശ്വാസിയുടെ അടയാളമായി സൂറത്തുൽ മുഅ്മിനൂൻ ആരംഭിക്കുന്നത് ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ ഇതിങ്ങനെ തുടങ്ങിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല 4-ാമത്തെ വചനത്തിൽ പറയുന്നു വല്ലദീന ഹും ലിസ്സകാത്തി ഫാഇലൂൻ. സകാത്ത് കൊടുക്കുന്നവരാണവർ. പാരത്രിക ലോകത്ത് വിജയിക്കുന്ന വിശ്വാസികളുടെ സ്വഭാവങ്ങൾ എണ്ണിപ്പറയുമ്പോൾ അള്ളാഹു പറയുന്നത് സകാത്ത് കൊടുക്കുന്നവരാണവർ. അപ്പം നിസ്കരിക്കുന്നവർ എന്ന് മാത്രമല്ല, നിസ്കാരം പറഞ്ഞിട്ട് പിന്നെ അള്ളാഹു പറയുന്നത് എന്താണ്? ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നിസ്കാരം നിർവഹിക്കുന്ന താല്പര്യം സകാത്തിനെ കുറിച്ച് പഠിക്കാൻ നമുക്കുണ്ടോ? സകാത്തിനെ കുറിച്ചിട്ട് അന്വേഷിക്കാം. നിസ്കാരത്തിലെ അത്തഹിയ്യാത്തിൽ എന്താ ചെല്ലേണ്ടത്, സുജൂദിൽ ഇത് പ്രാർത്ഥിക്കാൻ പറ്റുമോ, കൈ എങ്ങനെയാ വെക്കേണ്ടത്, എന്തൊക്കെയാണ് നമുക്ക് നിസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്തൊക്കെ സംശയങ്ങളാണ്. നമ്മളത് ഫോൺ വിളിച്ചിട്ട് ചോദിക്കാറുണ്ട്, നേരെ കാണുമ്പോൾ ചോദിക്കാറുണ്ട്, പല രൂപത്തിലും നമ്മൾ ഉലമാക്കളുമായിട്ട് ആ വിഷയം ഡിസ്കസ് ചെയ്യാറുണ്ട്. പക്ഷെ സകാത്തിന്റെ വിഷയത്തിൽ അതൊന്നും നമുക്കുള്ളതല്ല, അതോ വലിയ കോടീശ്വരന്മാർക്ക് വലിയ വലിയ പണക്കാർക്കുള്ളതാണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ അത് മാറ്റി വെച്ചതാണ്. അത് എനിക്കത് വലിയ ബാധകമൊന്നും ഇല്ലാത്ത രൂപത്തിലാണ് നമ്മിൽ പലരുടെയും ജീവിതം. വളരെ ഗൗരവത്തോടുകൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ, വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നോക്കൂ, ഈ സകാത്ത് കൊടുക്കുക എന്നുള്ളത് പലപ്പോഴും നമ്മൾ ഇതിൽ നിന്ന് പിശാച് പിറകോട്ട് വലിക്കുന്നത് എങ്ങനെയാണ്? പിശാച് പിറകോട്ട് വലിക്കുന്നത് നിങ്ങൾക്കത് അപകടമാണ്. അല്ലേ, നിങ്ങൾക്ക് ദാരിദ്ര്യം ഉണ്ടാകും, ഫഖർ, നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാകും അതുകൊണ്ട് എന്ന് നമുക്കിങ്ങനെ ദുർബോധനം തന്നിട്ട് ഇതൊക്കെ കൊടുത്താൽ തീർന്നു പോയില്ലേ, എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്നതാണ്, അങ്ങനെ 2.5% വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ എത്ര കൊടുക്കണം, ഇതൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? പിശാച് നമ്മുടെ മനസ്സിലേക്ക് ഇട്ടേരും. അതിനനുസരിച്ചിട്ടാണ് നമ്മളിത് കൊടുക്കാതിരിക്കാതെ ഇപ്പൊ തൽക്കാലം ഇത് ചോദിക്കേണ്ടതില്ല, അല്ലെ പഠിക്കേണ്ടതില്ല, അത് ഞാൻ കൊടുക്കേണ്ടി വരില്ല എന്നൊക്കെ നമ്മൾ ഇങ്ങനെ സ്വയം സമാധാനിച്ച് ജീവിക്കുകയാണ്. സഹോദരങ്ങളെ, ഇത് തീർന്നു പോകുന്നതല്ല എന്നോ ഇതങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്നതല്ല എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. നോക്കൂ, വിശുദ്ധ ഖുർആനിൽ 30-ാം അധ്യായം സൂറ റൂമിന്റെ 39-ാമത്തെ വചനം അല്ലാഹു പറയാണ്, വമാ ആതീതും മിർ റിബാ ലിയർബു ഫീ അംവാലിൻ നാസ് ഫലാ യർബു ഇൻദല്ലാഹ്. നിങ്ങൾ പലിശക്ക് കൊടുക്കും. പലിശ കൊടുക്കുന്നത് എന്തിനാണ്? അത് വളരാൻ വേണ്ടിയിട്ടാണ്, അല്ലെ? അങ്ങനെ മനുഷ്യന്മാരെന്ത് ചെയ്യും? സമ്പത്ത് വളരാൻ വേണ്ടിയിട്ട് പലിശക്ക് കൊടുക്കാറുണ്ട്. റിബ, ആ രൂപത്തിലുള്ള വളരെ മോശമായ ചൂഷണോപാധികൾ സ്വീകരിക്കാറുണ്ട്. എന്നാൽ അല്ലാഹു പറയാൻ എന്നാൽ അത് അല്ലാഹുവിന്റെ സമീപത്ത് വളരുന്നില്ല, മറിച്ച് വമാ ആതൈതും മിൻ സകാ, നിങ്ങൾ സകാത്ത് നൽകുകയാണെങ്കിൽ നിങ്ങളുടെ പോക്കറ്റിലുള്ള പണത്തിന്റെ അതിന്റെ ഹൗലും നിസാബും എത്തിയാൽ 2.5% നിങ്ങൾ അതിന്റെ അവകാശികൾക്ക് നിങ്ങൾ നൽകുകയാണെങ്കിൽ തുരീദൂന വജ്ഹല്ലാഹ്, അല്ലാഹുവിന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട്, അല്ലാഹുവിന്റെ പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ട് നിങ്ങൾ നൽകുന്നുണ്ടെങ്കിൽ ഫഉലൈക ഹുമുൽ മുദ്ഇഫൂൻ, അങ്ങനെ ചെയ്യുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരട്ടി നൽകുന്നതാണ്. അവരാണ് മുദ്ഇഫൂൻ, ഇരട്ടിയാക്കുന്നവർ അവരാണ്. അങ്ങനെ പണം ഇരട്ടിയാക്കുക എന്നൊക്കെ പറയില്ലേ, പടച്ച റബ്ബിന്റെ സമീപത്ത് അവർക്ക് ഇരട്ടിയായിട്ട് അത് നൽകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇരട്ടി സമ്പാദിക്കുന്ന മനുഷ്യന്മാരാരാ? സകാത്ത് കൊടുക്കുന്നവരാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു,
ലാ യുൻഖുസു മാലും മിൻ സദഖത്തിൻ, ഒരാൾ ദാനധർമ്മങ്ങൾ നിർവഹിക്കുമ്പോ അതിൽ നിന്ന് ഒന്നും തന്നെ നശിച്ചു പോകുന്നില്ല, ചുരുങ്ങിപ്പോകുന്നില്ല. ഫതസദ്ദഖൂ, അതുകൊണ്ട് നിങ്ങൾ ദാനധർമ്മം നിർവഹിക്കണം, അതിൽ ബർക്കത്തുണ്ടാകും. അള്ളാഹുവിൽ യഥാർത്ഥ വിശ്വാസമുണ്ടെങ്കിൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഈ വിഷയത്തിലൊക്കെ നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ സഹോദരങ്ങളെ, നമ്മൾ ഇത് നൽകണം. അത് നൽകിയാൽ ബറക്കത്തുണ്ടാകുമെന്ന് അള്ളാഹു പഠിപ്പിക്കുന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കൃത്യമായിട്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് നമുക്ക് മാത്രമൊന്നല്ല, എല്ലാ ജനസമുദായങ്ങൾക്കും പൂർവീകരായ സമുദായങ്ങൾക്കൊക്കെ സക്കാത്ത് നിർബന്ധമായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. മഹാനായ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ചിട്ട് പറയുന്നിടത്ത് കാണാം, വദ്കുർ ഫിൽ കിതാബി ഇസ്മാഈൽ ഇന്നഹു കാന സാദിഖൽ വഅദി വകാന റസൂലൻ നബിയ്യ വകാന യഅ്മുറു അഹ്ലഹു ബിസ്സലാത്തി വസ്സകാത്തി വകാന ഇൻദ റബ്ബിഹി മർദിയ്യ. മഹാനായ ഇസ്മാഈൽ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം നിങ്ങൾ പഠിച്ചു നോക്കൂ. ഖുർആൻ നമ്മോട് പറയാ, അദ്ദേഹം തന്റെ സ്വഭാവങ്ങൾ ഇങ്ങനെ എടുത്തു പറഞ്ഞിട്ട് നിസ്കരിക്കണമെന്ന് കുടുംബത്തിനോട് പഠിപ്പിച്ചു കൊടുക്കും. സകാത്ത് കൊടുക്കൽ നിർബന്ധമാണെന്ന് കുടുംബത്തെ പരിചയപ്പെടുത്തി കൊടുക്കും, അത് പഠിപ്പിച്ചു കൊടുക്കും. കുടുംബത്തെ അഹ്ലുകാരെ, ബന്ധുക്കാരെ അത് ഓർമ്മപ്പെടുത്തി കൊടുക്കും. അവരുടെ കാലഘട്ടത്തിൽ അതുണ്ട് എന്നും അവർക്കത് നിർബന്ധമായിരുന്നു എന്നും. അതുപോലെ തന്നെ തൊട്ടിൽ വെച്ചുകൊണ്ട് നമുക്കറിയാലോ, മറിയം ബീവി അലൈഹി സ്വലാത്തു വസ്സലാം ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയെ പ്രസവിച്ച ആ ഒരു സംഭവം അല്ലേ, തൊട്ടിലിൽ വെച്ചുകൊണ്ട് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം സംസാരിച്ചെടുത്ത് അദ്ദേഹം പറയുന്നുണ്ട്, വജഅലനി മുബാറകൻ ഐനമാ കുൻതു വഔസാനി ബിസ്സലാം വഔസാനി ബിസ്സലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യാ. ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം നിസ്കരിക്കണമെന്നും സകാത്ത് കൊടുക്കണമെന്നും പടച്ച റബ്ബിനോട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഔസാനി ബിസ്സലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യ. നമുക്ക് മാത്രമുള്ളതല്ല, പൂർവീകരായ സമുദായങ്ങൾക്കൊക്കെ തന്നെ ഇത് നിർബന്ധമായിരുന്നു എന്നാണ്. പക്ഷേ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഇതിനെന്താണ് പിശാച് നമ്മളെങ്ങനെ ദുർബോധനം ചെയ്യും. ഇത് നിങ്ങൾക്ക് ദാരിദ്ര്യം ഉണ്ടാകും, ഇത് കുറഞ്ഞു പോകും, അതങ്ങനെ നോക്കി കൊടുക്കണ്ടോന്നില്ല, അല്ലെങ്കിൽ തന്നെ എത്ര കൊടുക്കുന്നുണ്ട്, എങ്ങനെ അവിടെ കൊടുത്തില്ല, ഇവിടെ കൊടുത്തിട്ടില്ലേ, ഇതൊക്കെ അതിൻ്റെ അകത്തങ്ങ് വീടും. അങ്ങനെ നോക്കുമ്പോൾ നമ്മളെ മനസ്സിൽ ഇത്തരം ദുർബോധനങ്ങളൊക്കെ ഇങ്ങനെ വരുമ്പോ നമ്മൾ എന്ത് ചെയ്യൂല, കണക്ക് നോക്കൂല, 2.5% ഒന്നും നോക്കൂല. ഇത് അള്ളാഹുവിന്റെ അടുത്ത് സകാത്തായിട്ട് പരിഗണിക്കില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. അത് സ്വതക്കയാണ്. ആ കണക്ക് നോക്കാതെ കൊടുക്കുന്നതൊക്കെ ദാനധർമ്മങ്ങളിലാണ് പെടുന്നത്. അത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രാധാന്യം അർഹിക്കുന്നതാണ്, ഏറെ പ്രതിഫലാർഹമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ വിഷയത്തിൽ ഗൗരവത്തോടുകൂടെ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സകാത്ത് കൊടുക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം, അങ്ങനെയുണ്ടല്ലോ മനുഷ്യന്മാർ, കൊടുക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം പാരത്രിക ലോകത്ത്, ഞാൻ ആദ്യം ഓതി വെച്ച സൂറത്ത് ആലി ഇമ്രാന്റെ 180 വചനത്തിൽ അള്ളാഹു പറയുന്നത് നോക്കും, ഭയാനകമായ ശിക്ഷകൾ അവരെ കാത്തിരിക്കുന്നുണ്ട് എന്നാണ്. വലാ യഹ്സബന്നല്ലദീന യബ്ഖലൂന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലിഹി ഹുവ ഖൈറൻ ലഹും. നല്ല കടുപ്പമുള്ള പ്രയോഗമാണ് അള്ളാഹു പ്രയോഗിച്ചിട്ടുള്ളത്. നമ്മളൊക്കെ ഗൗരവത്തോടുകൂടെ ശ്രദ്ധിക്കേണ്ടതാ. മനുഷ്യരും വിചാരിക്കരുത്, വലാ യഹ്സബന്നല്ലദീന യബ്ഖലൂന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലിഹി. അള്ളാഹു നൽകിയ സമ്പത്ത് അത് മനുഷ്യർക്ക് കൊടുക്കാതെ, അതിന്റെ അവകാശികൾക്ക് നൽകാതെ പിടിച്ചു വെക്കുന്ന, പിശുക്കി വെക്കുന്ന ബഖീലുകൾ യബ്ഖലൂൻ, അവർ പിശുക്കന്മാരാന്നാ പറഞ്ഞത്. അവർ ധരിച്ചു വെക്കരുത് ഹുവ ഖൈറൻ ലഹും. അങ്ങനല്ലേ, ഇത് എനിക്ക് ഹൈറാണെന്ന് വിചാരിച്ചിട്ടല്ലേ പിടിച്ചു വെക്കുന്നത്, അതവർക്ക് ഹൈറാണെന്ന് അവർ ധരിച്ചു വെക്കേണ്ടതില്ല. ബൽ ഹുവ ശർറുൻ ലഹും. അല്ലാഹു പറയാണ്, ബൽ ഹുവ ശർറുൻ ലഹും, അത് അവർക്ക് അത്യന്തം അപകടകരമാണ്. മാത്രമല്ല സയുതവഖൂന മാ ബഖിലൂ ബിഹി യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ അവർ പിശുക്കി വെച്ച, അവർ ശേഖരിച്ചു വെച്ച, അവകാശികൾക്ക് അവർ നൽകാതെ വെച്ച സകാത്ത്, ആ സമ്പത്ത് മുഴുവനും അവർക്ക് ആഭരണമായി അവരുടെ കഴുത്തിൽ അണിയിക്കപ്പെടുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അവർക്ക് പരലോകത്ത് അണിയിക്കപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് വിശദീകരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മന്നാതാഹുല്ലാഹു മാലാം, ഒരാൾക്ക് അല്ലാഹു ധനം നൽകി, ധന്യത നൽകി, എന്നിട്ട് ഫലം യുഅദ്ദി സകാത്തഹു, അതിന്റെ സകാത്ത് കൊടുത്തിട്ടില്ല. ഹൗലും നിസാബൊക്കെ തികഞ്ഞു, അതിന്റെ പരിധി എത്തിയിട്ടുണ്ട്, അതൊരു വർഷം തികഞ്ഞിട്ടുണ്ട്, കയ്യിലുണ്ട്, പക്ഷേ അതിന്റെ സകാത്ത് നൽകിയിട്ടില്ല എങ്കിൽ
മുസ്സില ലഹു യൗമൽ ഖിയാമത്തി ശുജാഅൻ നഖറ. ഒരു ഭീകരമായ സർപ്പത്തിന്റെ രൂപത്തിൽ അതാ അവന്റെ ധനം പരിവർത്തിപ്പിക്കപ്പെടുകയാണ്, രൂപാന്തരപ്പെടുകയാണ്. എന്നിട്ട് യുതവ്വഖുഹു യൗമൽ ഖിയാമ, അതാ അവന്റെ കഴുത്തിൽ അതാ ഖിയാമത്ത് നാളിൽ അത് അണിയിക്കപ്പെടുന്നുണ്ട്. ആ സമ്പത്ത് ഒരു സർപ്പത്തിന്റെ രൂപത്തിലായിട്ട് ഒരു മാല രൂപത്തിൽ അവന്റെ കഴുത്തിൽ, ആ ഒരു ആഭരണം രൂപത്തിൽ അവന്റെ കഴുത്തിൽ അത് അണിയിക്കപ്പെടും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, സുമ്മ യഖുദു ബിൽഹിസ്മൈതൈഹി സുമ്മ യഖൂലു അന മാലുക അന കൻസുക. ആ സർപ്പം അവന്റെ ചുണ്ടിൽ ഇങ്ങനെ കടിച്ചു പിടിച്ചുകൊണ്ട് പറയും, അന മാലുക, ഞാൻ നിന്റെ സമ്പത്താണ്, വ അന കൻസുക, നീ കൊടുക്കാതെ പിടിച്ചു വെച്ച നിന്റെ നിധിയാണ്, നിന്റെ നിധിശേഖരമാണ്, സാമ്പത്തികമായ നിന്റെ ശേഖരമാണ് ഞാൻ. നീ പിശുക്ക് വെച്ചിട്ടില്ലേ, അവകാശികൾക്ക് കൊടുക്കാതെ നീ പിടിച്ചു വെച്ച നിന്റെ സമ്പത്താണ് ഞാൻ. സുമ്മത്തലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലാ യഹ്സബന്നല്ലദീന യബ്ഖലൂന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലി ഹുവ ഖൈറൻ ലഹും. ഈ ആയത്ത് ആൽ ഇംറാൻ 185-ാമത്തെ ആയത്ത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി കൊടുക്കണം സ്വഹാബത്തിന്. ഇത് പറഞ്ഞിട്ട് വിശദീകരിച്ചിട്ട് ഈ ആയത്ത് തെളിവായിട്ട് ഉദ്ധരിച്ചു കൊടുക്കുകയാണ്. അതേ രൂപത്തിൽ തന്നെ നമുക്ക് കാണാം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന മറ്റൊരായത്ത്, വല്ലദീന യക്നിസൂന അദ്ദഹബ വൽ ഫിദ്ദ വലാ യുൻഫിഖൂനഹാ ഫീ സബീലില്ലാഹ് ഫബശ്ശിർഹും ബിഅദാബിൻ അലീം. സ്വർണവും വെള്ളിയും ഒക്കെ ഇങ്ങനെ കൂമ്പാരമാക്കി വെച്ച് ശേഖരിച്ചു വെച്ച് അതിന്റെ സക്കാത്ത് അത് അങ്ങനെ കൊടുക്കണോ ഇങ്ങനെ കൊടുക്കണോ, എത്ര പവം വേണം അല്ലെ, എന്തൊക്കെ സംശയങ്ങളാണ്. ഒന്നും കൊടുക്കണ്ട, ചില ആളുകൾക്ക് പൈസക്ക് കൊടുക്കണ്ട, സ്വർണത്തിന് കൊടുക്കണ്ട. ചില പണ്ഡിതന്മാർ പ്രസംഗിക്കുന്ന ആഭരണാണെന്ന് പറഞ്ഞാൽ മതി, നിങ്ങൾ അലമാരയിൽ വെച്ചാൽ 200 പവൻ ഉണ്ടെങ്കിലും കൊടുക്കണ്ടെന്നാ, ആഭരണാക്കി വെച്ചാൽ മതി എന്നാ. അതിങ്ങനെ കട്ടിയായിട്ട് ബിസ്ക്കറ്റ് രൂപത്തിലൊക്കെ അലമാരയിൽ ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി എന്നൊക്കെ ഉള്ളതാണ്. അള്ളാഹു പറയുന്നത് നോക്കൂ, വല്ലദീന യക്നിസൂന അദ്ദഹബ വൽ ഫിദ്ദ, സ്വർണവും വെള്ളിയും ഒക്കെ ശേഖരിച്ചു വെക്കുന്ന ആളുകൾ, വലാ യുൻഫിഖൂനഹാ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ആ ധനം ചെലവഴിക്കാത്ത ആളുകൾ, അതിന്റെ സകാത്ത് കൊടുക്കാത്ത ആളുകൾ, ഫബശ്ശിർഹും ബിഅദാബിൻ അലീം, വേദനാജനകമായ ശിക്ഷ അവർക്കുണ്ടെന്ന് പ്രവാചകരെ അങ്ങ് സന്തോഷ വാർത്ത അറിയിക്കണേ. അല്പം പരിഹാസത്തോടുകൂടെയാണ്. ഫബശ്ശിർഹും, സന്തോഷ വാർത്തയാണോ? അല്ല, അല്ലാഹ് പറയുന്നത് അവർക്കൊരു സന്തോഷ വാർത്ത അറിയിക്കണേ. യൗമ യുഹ്മാ അലൈഹാ ഫീ നാരി ജഹന്നമ ഫതുക്വാ ബിഹാ ജിബാഹുഹും വജുനൂബുഹും വദുഹൂറുഹും. ആ അവർ ദാനധർമ്മമായി സക്കാത്തായി നൽകാത്ത സമ്പത്ത് ചൂടാക്കിക്കൊണ്ട് അവരുടെ പുറംഭാഗത്തും പാർശ്വഭാഗങ്ങളിലുമൊക്കെ അവരുടെ ശരീരത്തിൽ നരകത്തിൽ വെച്ച് വെക്കപ്പെടുമെന്ന് അല്ലാഹു പറയുന്നു. എന്നിട്ട് ഇത് നീ ശേഖരിച്ചു വെച്ച നിന്റെ നിധിയാണ്. നിനക്ക് വേണ്ടി നീ ശേഖരിച്ചു വെച്ച ഹക്കുള്ള അവകാശികൾക്ക് കൊടുക്കാതെ നീ പിടിച്ചു വെച്ച നിന്റെ സമ്പത്താണിത്, നിന്റെ സ്വർണവും വെള്ളിയുമാണിത്. നീ അനുഭവിച്ചു കൊള്ളുക, നീ ആസ്വദിച്ചു കൊള്ളുക. ഐഹിക ലോകത്ത് വെച്ച് നീ പിടിച്ചു വെച്ചത്, ശേഖരിച്ചു വെച്ചത്, പിശുക്കി വെച്ചത്, മറ്റുള്ളവന്റെ അവകാശം നൽകാതെ നീ പിടിച്ചു വെച്ചത് നീ ഇവിടെ വെച്ച് അനുഭവിച്ചു കൊള്ളുക എന്ന് പാരത്രിക ലോകത്ത് വെച്ച് അവരോട് പറയുമെന്ന് അള്ളാഹു പഠിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് തൗബയിലൂടെ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഇത്രമേൽ ഗൗരവമാണ് ഈ വിഷയം. ഇത് നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കണ്ടേ? നിസ്കാരത്തിന് കാണിക്കുന്ന ആവേശവും ഉത്സാഹവും അല്ലേ? മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, വിശുദ്ധ ഖുർആനിൽ സലാസത്തു ആയാത്തിൻ മഖറൂനത്തുൻ ബിസലാസ്, 3 ആയത്തുകൾ ഖുർആനിലുണ്ട്. അതിൽ 2 കാര്യങ്ങൾ ചേർത്താണ് പഠിപ്പിക്കുന്നത് 3 ആയത്തുകളിൽ. ഒന്ന് അത്തിഉല്ലാഹ വ അത്തിഉർ റസൂൽ, അള്ളാഹുവിനെ നിങ്ങൾ അനുസരിക്കണം, അള്ളാഹുവിന്റെ പ്രവാചകനെയും അനുസരിക്കണം. അതുപോലെ തന്നെ അനിഷ്കുർലി വലിവാലിദൈ, നിങ്ങൾ എനിക്ക് നന്ദി ചെയ്യണം, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നന്ദി ചെയ്യണം. മൂന്നാമത്തത് അല്ലദീന യുഖീമൂന സ്വലാത്ത വയുതൂന സകാത്ത്, നിസ്കരിക്കണം, നോമ്പെടുക്കണം. ഈ 3 കാര്യങ്ങൾ 6 കാര്യങ്ങളിൽ ഓരോന്ന് ചേർത്ത് അതിന്റെ കരീനത്തിനോട് യോജിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇതിൽ ഒന്നൊരാൾ പ്രവർത്തിച്ചു, മറ്റേത് പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ ലാ യുഖ്ബലു മിൻ,
ആ ഒന്ന് ചെയ്തത് അള്ളാഹ് സ്വീകരിക്കില്ല. അള്ളാഹിനനുസരിച്ച് അള്ളാഹ്ക്ക് നന്ദി ചെയ്യാൻ തയ്യാറാണ്, അള്ളാഹിനനുസരിക്കാൻ തയ്യാറാണ്. ഖുർആനൊക്കെ എനിക്ക് വേണം, പക്ഷെ ഹദീസ് വേണ്ട, റസൂലുള്ളാഹിനെ വേണ്ട. അള്ളാഹിനനുസരിച്ചിട്ട് കാര്യമില്ല, ഖുർആൻ അയാൾ സ്വീകരിച്ചിട്ട് കാര്യമില്ല. അള്ളാഹ്ക്ക് നന്ദി ചെയ്യാൻ എല്ലാം ഭയങ്കര ഉഷാറാണ്. പക്ഷെ വാപ്പയും ഉമ്മയുണ്ട്, പ്രായമുള്ള മാതാപിതാക്കൾ വീട്ടിലുണ്ട്, അവരെ പരിഗണിക്കുന്നില്ല, അവരെ സംരക്ഷിക്കുന്നില്ല. അള്ളാഹിന്റെ മുമ്പിൽ അവൻ മരിക്കുന്നത് വരെ സുജൂദ് കിടന്നാലും അള്ളാഹ് അവന്റെ സുജൂദ് വേണ്ട. അതെ, അതേ രൂപത്തിൽ നിസ്കരിക്കണം, സക്കാത്ത് കൊടുക്കണം. നിസ്കാരത്തിലൊക്കെ ഓക്കെയാ, നിസ്കാരത്തിന് നല്ല ആവേശവും ഉത്സാഹമൊക്കെ ഉണ്ട്. പക്ഷെ ആ നിസ്കാരം അല്ലാഹ് സ്വീകരിക്കണമെങ്കിൽ അതിന്റെ പരീനത്തായ സക്കാത്ത് കൂടെ നിർവഹിക്കണമെന്ന് മഹാനായി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. സഹോദരങ്ങളെ, വളരെ ഗൗരവത്തോടുകൂടി ഈ വിഷയം നമ്മൾ ശ്രദ്ധിക്കണം. ഇത് നമ്മുടെ സാമ്പത്തികമായ ശുദ്ധീകരണത്തിന് അനിവാര്യമാണ്. ആ ശുദ്ധീകരണമാണ് നമ്മൾ യഥാർത്ഥത്തിൽ ശുദ്ധീകരിക്കുന്നത്. നമ്മുടെ പ്രാർത്ഥന പോലും അള്ളാഹുവിലേക്ക് ഉയർത്തണമെങ്കിൽ നമ്മുടെ സമ്പത്തിൽ ഹറാം കലരാൻ പാടില്ല. ഇത് ഹറാമാണ്. വേറൊരുത്തൻ്റെത് പിടിച്ചു കൊണ്ടുവരണ്ട. ഇത് മറ്റുള്ളവൻ്റെതാണെന്ന് തിരിച്ചറിവ് എപ്പോഴാണോ നമുക്ക് വരുന്നത്, അന്നേ നമ്മൾ സക്കാത്ത് കൊടുക്കൂ. ഇതെന്റെതല്ല. നമ്മൾ വിചാരിച്ചെന്താ, വേറൊരുത്തൻ്റെത് പിടിച്ചെടുക്കണം എന്നല്ലേ ഹറാം? വേറൊരുത്തൻ്റെത് മോഷ്ടിക്കുമ്പോ അല്ലേ ഹറാം? അല്ല, ഇത് ആ രൂപത്തിലുള്ളതാണ്. ഇത് നമ്മുടെ ഹക്കല്ല, ഇത് അന്യന്റെ ഹക്കാണ്, അവകാശമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുമ്പേ സക്കാത്ത് നമ്മൾ കൊടുക്കൂ. ആ ബോധ്യം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവണം. റഹ്മാനായ റബ്ബ് അവന്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന സത്യവിശ്വാസികളിൽ ഉൾപ്പെടാൻ നമുക്ക് ഓരോരുത്തർക്കും അവൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ അലി മുഹമ്മദ്. ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിൽ സൂറത്തു ഫുസ്സിലത്തിന്റെ 6-ാമത്തെ വചനത്തിൽ 6-7 വചനത്തിൽ അള്ളാഹു പറഞ്ഞു, വൈലുൽ ലിൽ മുശ്രിക്കീൻ. മുശ്രിക്കീങ്ങൾ നാശത്തിലാണ്, അവർക്ക് നരകമുണ്ട്, അവർ നാശത്തിലാണ്. ഇത് പറഞ്ഞിട്ട് മുശ്രിക്കീങ്ങളെ കുറിച്ചിട്ട് അള്ളാഹു പറയുന്നത്, ആരാണ് മുശ്രിക്ക് എന്ന് പറയോ? നമ്മൾ മനസ്സിലാക്കിയ മുശ്രിക്കുണ്ട്. അള്ളാഹു ഇതിന്റെ 7-ാമത്തെ വചനത്തിൽ പറയുന്നു, അല്ലദീന, അവർ ഒരു കൂട്ടരാണ്. ലാ യുഅ്തൂന സക്കാ. ആരാണവർ? ലാ യുഅ്തൂന സക്കാ, സക്കാത്ത് കൊടുക്കാത്ത ആളുകളാണ്. ആലോചിച്ച് നോക്കൂ, അവരെ മുശ്രിക്കിന്റെ ഗണത്തിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. വഹും ബിൽ ആഖിറതി ഹും കാഫിറൂൻ. പരലോകത്തിൽ അവർ നിഷേധിക്കുന്ന ആളുകളാണ്. അതിനകത്തൊന്നും വേണ്ട രൂപത്തിലുള്ള വിശ്വാസം അവർക്കില്ല. അതുകൊണ്ട് അവർ സക്കാത്തൊന്നും കൊടുക്കാത്ത. പരലോകത്തിൽ എന്തില്ല? യഥാർത്ഥ വിശ്വാസമില്ല എന്നുള്ളത്. മുശ്രിക്കുകളുടെ ഗണത്തിലേക്ക് വരെ സക്കാത്ത് കൊടുക്കാത്തവരെ അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്കൂ, ഇത്രമേൽ ഗൗരവമുണ്ട് ആ വിഷയം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നമുക്കറിയാലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗാനന്തരം ഖിലാഫത്ത് ഏറ്റെടുത്ത അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് എന്താ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞതില്ല, ഖാതിലന്ന മൻ ഫറഖ ബൈന സ്വലാത്തി വസ്സക്കാ. നമ്മൾ പറഞ്ഞ നിസ്കാരത്തിന്റെയും സക്കാത്തിന്റെയും ഇടയിൽ വ്യത്യാസം കാണുന്ന മനുഷ്യന്മാരുണ്ടല്ലോ. നിസ്കരിക്കാൻ ഞാൻ ഓക്കെയാണ്, പക്ഷെ സക്കാത്ത് ഞാൻ കൊടുക്കൂല എന്ന് പറയുന്നത്. അങ്ങനെ ആരെങ്കിലും ഈ സമുദായത്തിൽ വേർതിരിവ് കാണിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് ഞാൻ പടപെട്ടുമെന്നാണ്, സായുധമായി പോരാടും, യുദ്ധം ചെയ്യും ഞാൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും സക്കാത്ത് ഹഖുൽ മാൽ, അത് സമ്പത്തിന്റെ അവകാശമാണ്. വല്ലാഹി ലൗ മനഊനി ഖാലൻ കാനു യുഅദ്ദൂനഹു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകന്റെ കാലഘട്ടത്തിൽ അവർ കൊടുക്കാറുള്ള ഒരു ഒട്ടകത്തിന്റെ കയറാണെങ്കിൽ, ഒട്ടകത്തിന്റെ സക്കാത്തായിട്ട് കൊടുക്കുമ്പോൾ ഇത്ര ഒട്ടകം ഉണ്ടെങ്കിൽ ഇത്ര ഒട്ടകവും കൊടുക്കണമെന്നുണ്ടല്ലോ. അങ്ങനെ കൊടുക്കുമ്പോൾ ആ ഒട്ടകത്തിന്റെ കയറ് റസൂലുള്ളാഹിന്റെ കാലത്ത് കൊടുക്കാറുണ്ട്. അബൂബക്കറിന് അത് നൽകുന്നില്ലെങ്കിൽ അതിന്റെ പേരിൽ പോലും ഞാൻ യുദ്ധം ചെയ്യുമെന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആലോചിച്ച് നോക്കും, എത്ര ഗൗരവത്തോടു കൂടെയാണ് മഹാന്മാരായ നമ്മുടെ പൂർവികർ അത് പരിഗണിച്ചിട്ടുള്ളത്, അത് മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. സക്കാത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ഈ ഹദീസിലും, അതുപോലെ തന്നെ സൂറത്തു തൗബയിലെ 103-ാമത്തെ ആയത്തിൽ റസൂലുള്ളാഹിനോട് വാങ്ങാൻ പറഞ്ഞതൊക്കെ നമ്മൾ കേട്ടല്ലോ. ഖുദ് മിൻ അംവാലിഹിം സദഖ. അത് വൈയക്തികമായി നൽകേണ്ടതല്ല, അത് ഞാൻ വേറൊരാൾക്ക് കൊടുക്കേണ്ടതല്ല സക്കാത്ത്. അതുകൂടെ മനസ്സിലാക്കണം. ഞാൻ നൽകേണ്ടത്, അതിനൊരു സംവിധാനമുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മുടെ മഹല്ലില് അതിനൊരു സക്കാത്ത് സെല്ലുണ്ടാകും, ആ സെല്ലിലാണ് നമ്മൾ അത് നൽകേണ്ടത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞെന്താണ്? അദ്ദേഹം ഭരണാധികാരി, അവിടെ എന്തുണ്ട്? ആ സക്കാത്ത് ശേഖരിക്കാനുള്ള ഒരു സംവിധാനമുണ്ട്. അതെനിക്ക് നൽകിയിട്ടില്ലെങ്കിൽ അവരോട് ഞാൻ യുദ്ധം ചെയ്യുമെന്നാണ് പഠിപ്പിക്കുന്നത്. കൂടുതൽ വിശദീകരിക്കേണ്ടതല്ലോ.
നമ്മളത് മനസ്സിലാക്കണം. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു സംവിധാനം അതൊന്നും ഇല്ലാത്തയിടത്ത് എന്ത് ചെയ്യണം? അത് വൈയക്തികമായിട്ട് നൽകിയിട്ട് അതിന്റെ അവകാശം അത് കൊടുത്ത് ഒഴിവാക്കണം, അത് വേറെ വിഷയം. പക്ഷേ ഈ സംവിധാനമുള്ളിടത്ത് നമ്മൾ നിർവഹിക്കേണ്ടത് സംഘടിതമായിട്ടാണ് അത് നൽകേണ്ടതെന്നും അത് വൈയക്തികമായിട്ട് നൽകിയിട്ട് പിന്നെ നമ്മളെ കാണുമ്പോൾ ചിരിക്കുന്ന ഒരവസ്ഥ, ചിരിച്ചിട്ടില്ലെങ്കിൽ കഴിഞ്ഞെല്ലാം കൊടുത്തിട്ട് നന്ദില്ലാതെ പോകുന്നത് കണ്ടോ എന്ന് പറയുന്നതുണ്ടല്ലോ. ഇത്തരം ഒരു തരത്തിലുള്ള താല്പര്യങ്ങളും സക്കാത്തിന്റെ പിറകിലുണ്ടാവില്ല. അത് ആരാ തന്നെന്നറിയില്ല, ആർക്കാ കൊടുത്തെന്നറിയില്ല. ആ രൂപത്തിലാവണം സക്കാത്ത് എന്നുള്ളതാണ് അള്ളാഹു പഠിപ്പിക്കുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്, വിശുദ്ധ പ്രമാണങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള വിഷയങ്ങളുടെ ഗൗരവം മനസ്സിലാക്കി ഈ വിഷയങ്ങളൊക്കെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ.